വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്നു, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഹല്ലേലൂയ. ഇതിനകത്ത് പറയുന്നത് ദാഹിക്കുന്നവൻ വരട്ടെ. നിനക്ക് ദാഹമുണ്ടെങ്കിൽ മാത്രമേ നീ ആരുടെ അടുക്കലെത്തൂ? യേശുവിൻ്റെ അടുക്കലെത്തൂ. ഹല്ലേലൂയ. ഒരു വ്യക്തി, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ നിൽക്കണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം, യേശുവിനെ സ്നേഹിക്കണം എന്നൊക്കെ എനിക്ക് പറയുവാൻ കഴിയുമെങ്കിലും നിൻ്റെ ഉള്ളിൽ എപ്പോൾ ആത്മദാഹം ഉണ്ടാകുന്നോ അപ്പോൾ മാത്രമേ നീ ആരുടെ അടുക്കലേക്ക് പോകൂ? യേശുവിൻ്റെ അടുക്കലേക്ക് പോകൂ. ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ കണ്ടിട്ടില്ലേ, ഒരുപാട് വിടുതലുകൾ നടന്നു കാണും, രോഗസൗഖ്യം നടന്നു കാണും, പ്രതികൂലങ്ങളിൽ നിന്ന്, ഇരുട്ടിൻ്റെ വ്യാപാരത്തിൽ നിന്നും ആ വ്യക്തിയെ കർത്താവ് മാറ്റി കാണും, പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം മാറ്റി നല്ല ഉപജീവന മാർഗം കൊടുത്തു കാണും, നല്ല ഭാവി കൊടുത്തു കാണും. ഇതെല്ലാം കൊടുത്തിട്ടും പലരും കർത്താവിനെ അറിയാതെ പൊടിയും തട്ടി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ ഈ സഭയിലുണ്ട്, എന്നെ കേൾക്കുന്ന പല വിശ്വാസികളുടെയിലും സഭകളുടെ ഇടയിലുമുണ്ട്. അങ്ങനെ ആയിരിക്കുന്നത് അവർക്കൊരു ആത്മദാഹം ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഇതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്കൊരു ആത്മദാഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ദൈവവുമായൊരു ബന്ധം വേണമെന്നൊരു വാഞ്ച നിങ്ങളുടെ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും ലഭിച്ചില്ല എങ്കിലും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടം മാറിയാലും മാറിയില്ല എങ്കിലും, നിങ്ങൾ ഇന്ന് വരുന്ന സിറ്റുവേഷൻ മാറിയാലും മാറിയില്ല എങ്കിലും, എനിക്ക് യേശുവുമായൊരു ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അടുത്ത നാളുകൾ കർത്താവ് ഇന്ന് എന്തിനു വേണ്ടി വന്നോ അതിനെല്ലാം മാറ്റി പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് സാഹചര്യം മാറുവാൻ നീ പ്രാർത്ഥിക്കരുത്. നിൻ്റെ ജീവിതത്തിനകത്ത് വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് വേണ്ടി നീ ഇടിവിൽ നിൽക്കുന്നതിനേക്കാളും നീ ഏറ്റവും കൂടെ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വാസം ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കാതെ നടക്കുവാൻ, പരിശുദ്ധാത്മാവാം ദൈവത്തോടൊപ്പം നീ ചേർന്ന് നടക്കുവാൻ, നിൻ്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും കർത്താവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരണം പ്രാപിച്ച് എപ്പോഴും നിത്യതയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പം വാസം ചെയ്യും. ആ പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പം വാസം ചെയ്യണമെങ്കിൽ നിനക്കെന്ത് വേണം? വിശുദ്ധി വേണം. നിൻ്റെ ജീവിതത്തിനകത്ത് വിശുദ്ധി വേണം. വിശുദ്ധിക്ക് വേണ്ടി യേശുവിൻ്റെ രക്തത്താൽ നിന്നെ കഴുകും. ഹല്ലേലൂയ. അങ്ങനെ കഴുകി ആ രക്തത്തിൻ്റെ ശക്തിയാൽ നിന്നെ കർത്താവ് മാനിച്ച് നിൻ്റെ മേൽ തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അയക്കും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എപ്പോൾ വരുന്നോ ആ നിമിഷം മുതൽ നിനക്ക് വ്യതിയാനമുണ്ടായി തുടങ്ങും. നിൻ്റെ ആത്മമണ്ഡലത്തിൽ ചില ചലനങ്ങളുണ്ടാകും. നിൻ്റെ ആത്മീക മണ്ഡലത്തിനകത്ത് ഉണ്ടാകുന്ന ചലനം ദേഹി ആത്മമണ്ഡലം കത്തി നിന്നെ പൂർണ്ണമായി ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഒന്നും അറിഞ്ഞുകൂടാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, യോഗ്യതയില്ലാത്ത വ്യക്തികളെന്ന് മുദ്ര കുത്തിയ പത്രോസും മറ്റുള്ള വ്യക്തികളും, മീൻ പിടിക്കുന്നവരായിരുന്ന വ്യക്തികളെ കർത്താവിൻ്റെ വചനവും എടുത്തുകൊണ്ട് ന്യായശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരെയും എല്ലാം പഠിച്ച വ്യക്തികളുടെ മുന്നേ നിന്ന് അവർ സുവിശേഷം പറഞ്ഞതിന് കാരണം അവർ പൂർണ്ണമായും ആർക്ക് വിട്ടുകൊടുത്തത് കൊണ്ടാണ്? യേശുവിന് വേണ്ടി വിട്ടുകൊടുത്ത് അവരുടെ ഉള്ളിൽ ജീവജല നദി കവിഞ്ഞൊഴുകിയപ്പോഴാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വരെ നിങ്ങളെ കണ്ടവർ എവിടെ നിന്ന് ഈ ജ്ഞാനം നിനക്കുണ്ടായി, എവിടെ നിന്ന് നിനക്ക് ഈ കൃപകൾ ലഭിച്ചു, എവിടെ നിന്ന് നീ ഇത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് നീ ഉയരണമെങ്കിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായും എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയുന്നു, സാഹചര്യം നോക്കരുത്. നിന്റെ ഇന്നത്തെ സാഹചര്യം നോക്കരുത്. നീ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ ദൈവം നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് സാഹചര്യമുണ്ടെങ്കിലും, എന്തവസ്ഥ ഉണ്ടെങ്കിലും, നിനക്ക് അതിർവരമ്പ് നിയമിച്ചു വച്ചിരിക്കുന്ന സ്ഥിതികളുണ്ടെങ്കിലും, നിൻ്റെ ഭാവിയും കുടുംബവും വ്യക്തിപരമായ ജീവിതവും നിൻ്റെ ഉപജീവന മാർഗങ്ങളും മറ്റുള്ള എല്ലാം തകർച്ചയിൽ കിടന്നാലും നീ വേറെ ഒന്നും നോക്കണ്ട. നീ യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ മതി. താൻ നിൻ്റെ മേൽ ജീവജല നദിയെ ഒഴുക്കിയാൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ മാത്രമല്ല നിന്നെ അറിയുന്നവർക്കും ഒരത്ഭുതമായി തീരുവാൻ തക്കവണ്ണം, നിന്നിൽ നിന്ന് അനേകർക്ക് ഭക്ഷിക്കുവാൻ തക്കവണ്ണം, അനേകരെ നിത്യതയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം നിന്നെ ആള് മാറിയവനെ പോലെ കർത്താവ് ഉപയോഗിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായും ഇന്ന് ഈ ആരാധന കഴിയുന്നതിന് മുന്നേ ജീവജല നദിയുടെ ആ ഒഴുക്ക് നിങ്ങളുടെ മേൽ ഒഴുകും. ഹല്ലേലൂയ. ഹല്ലേലൂയ.